ഓക്കെ, പാലട പായസം പ്ലീസ്. പിന്നെന്താ നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ പാലട പായസം ഉണ്ടാക്കുന്ന രീതിയല്ല, നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കുകയാണ്. നമ്മൾ വീറ്റ് പിങ്ക് പാലട പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയൊരു രീതിയിൽ ഒരു അട എങ്ങനെ ഉണ്ടാക്കാന്നും കൂടി ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ. അത് തന്നെ 4 കപ്പ് വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഗോതമ്പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി നല്ല ജാഗരി ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടി ഒരു 2 കപ്പ് ഇട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് നാളെ വിസ്ക് 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 എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെയും കുഴക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെയും കുഴക്കുക. അങ്ങനെ കുഴച്ച് ചപ്പാത്തി മാവ് പോലെ കൂടെ ആക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഗോതമ്പൊടി കൂടെ വെതറിയിട്ട് നമ്മളെ ഡോ അതിൽ വെച്ചിട്ട് 4 കഷ്ണം കൂടെ ആക്കിക്കോ. അത് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം കൂടെ പരത്തി ചപ്പാത്തി പോലെ ആക്കിയിട്ട് ഷീറ്റ് പോലെ കൂടെ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റിക്ക് ആവില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ സൈഡ് ഇങ്ങനെ കൂടെ മടക്കി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് പടപടപടയെ കൂടെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഏകദേശം പാസ് ഉണ്ടാക്കുന്ന പോലെ. നീ എന്താ പാസ്തയാണ് ഉണ്ടാക്കി കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ അല്ല, ഇനി ഞാൻ സാധനം കാണിച്ചുതരാം. നമ്മുടെ 4 ഡോ ഇതേപോലെ പരത്തി എടുത്തിട്ട് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് പടപടപടയെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പൊ നമ്മൾ വീറ്റ് അട സെറ്റ്. അത് നേരെ ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി ഗോതമ്പൊടി കൂടെ വെതറിയിട്ട് നല്ലോണം കൂടെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നേരെ തിളച്ച വെള്ളത്തിൽ കൊണ്ട് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് കൊണ്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇത് മൊത്തം കൊണ്ട് പൊന്തി കിടക്കുമ്പോൾ സാധനം സെറ്റ്. എന്നിട്ട് നല്ലോണം കൂടെ ഊറ്റി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് നല്ലോണം കൂടെ റിൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓവർ വേവില്ല, നല്ല ചൂയായി കിട്ടും ചെയ്യും. കണ്ടില്ലേ, വീറ്റ് അട സെറ്റ്. ഈ ഒരു വെറൈറ്റി അട ഉണ്ടാക്കി കാണിച്ചതെന്നുള്ളൂ. നിങ്ങൾക്ക് സാധാ അട കടയിൽ നിന്ന് വാങ്ങാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പോവാം. ഇനി വലിയൊരു ചെമ്പിലേക്ക് കുറച്ച് ഘീ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചാരട്ടിനെ കൊണ്ട് കാരമലൈസ് ചെയ്ത് കൊണ്ട് എടുക്കുക. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ബിസ്ക്കറ്റ് പൊടി. ഞാനിവിടെ ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് പൊടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മിൽക്ക് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് നാലോടെ ഇളക്കി സെറ്റ് ചെയ്തിട്ട് കുറച്ച് മിൽക്ക് വേഡോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിക്കുക. നാലോടെ ഇളക്കിയിട്ട് കുറച്ച് പാലും കൂടെ വെച്ചിട്ട് നാലോടെ ഇളക്കി ഇവിടെ ലംസം കൊണ്ട് പോക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച അടയും കൊണ്ട് അതിലേക്ക് കൊണ്ടിടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കി കൊണ്ട് സെറ്റ് ആക്കി കൊണ്ട് എടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് 2 ലിറ്റർ പ്യാൽ ഒഴിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ മെല്ലെ തുഴഞ്ഞ് അങ്ങോട്ട് കുറുക്കി എടുക്കുക. ഒരു 3/4 മണിക്കൂറും കൂടി എടുക്കും കേട്ടോ. സംഭവം സാധനം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഫൈനലി ഇത് ഓപ്ഷനിലാണ് ഏലക്കപ്പൊടി, ജിഞ്ചർ പൗഡർ ഓർ ചുക്കുപൊടി, 1 ടീസ്പൂൺ നെയ്യ്. അതിന് നല്ലോണം ഇളക്കി അടച്ചു വെച്ച് തണുപ്പിക്കാൻ കൂടെ വെക്കട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലേക്ക് കൂടെ ഒഴിക്കുക, ഇളക്കുക. കണ്ടില്ലേ, ആരെ കുറുകി സെറ്റ് ആയില്ലേ. നിങ്ങൾക്ക് ഇനിയും കുറുക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ബിസ്ക്കറ്റ് പൊടിച്ചു കൊണ്ടിട്ട് ഇളക്കിയ സാധനം സെറ്റ് ആവട്ടോ. എന്നിട്ട് ഒരു പിടുത്തം കൊണ്ട് പിടിച്ചാണ്ടല്ലോ, സ്വർഗം. അതാണ് നമ്മള് വീറ്റ് പിങ്ക് പാലട പായസം. ഇത് അടിപൊളി സാധനമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുകയാണെങ്കിൽ പൊളി, അത്ര അടിപൊളിയായിരിക്കും. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയുക. അതാ പിന്നെ ഗൈസ്, ഓക്കെ ബൈ.